നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഖദീജ ഷാ. തോട്ട്സ് ഓഫ് ഖദീജ ഷാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റ് ആണ്. അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ഓംലെറ്റുകൾ നമുക്കറിയാം, ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ ഉണ്ടാക്കും. അപ്പോൾ അതിൽ സംതിങ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് പൊട്ടറ്റോ വരുന്നുണ്ട്, പ്ലസ് ചീസ്. സാധാരണ ഓംലെറ്റിൽ നിന്നും വ്യത്യാസം വരുത്തുന്നത് ഇതിനകത്ത് പൊട്ടറ്റോ ഉണ്ട്, അതുപോലെ നമ്മളുടെ ചീസും കൂടിയുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഓംലെറ്റ് ആവുമ്പോൾ നമുക്ക് മുട്ട ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഒനിയൻ വേണം. പിന്നെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് പൊട്ടറ്റോ നമ്മൾ വാഷ് ചെയ്തിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട്, പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്, കുരുമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, പച്ചമുളകിൻ്റെ ആവശ്യമില്ല. കുരുമുളക്, പൊട്ടറ്റോ, പിന്നെ നമ്മുടെ ചീസ്, ഇതാണ് മെയിനായിട്ട് വരുന്നത്. മൊസറല്ല ചീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സാധാരണ ഒരു മുട്ട നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ഇതാവുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. ചീസ് കൊണ്ടുള്ള എല്ലാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, നമുക്കറിയാം. അപ്പോൾ അതേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് നമ്മളുടെ സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഓംലെറ്റിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റാണിത്. കാരണം വീട്ടിലുണ്ടാക്കിയ സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചീസാണ് അതിൻ്റെ മെയിനായിട്ട് അവർക്ക് അത് സ്പെഷ്യൽ തോന്നിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റിൽ നിന്നും വ്യത്യാസം വരുത്തുന്നത് അതാണ്. ഓക്കെ, നമ്മളുടെ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാം, അതുപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇതിൽ പച്ചമുളക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതിന് പകരമാണ് നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നത്. കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. നമുക്ക് ഈ ഉപ്പും കുരുമുളകും മുട്ടയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് കേട്ടോ, സ്പാനിഷ് ഓംലെറ്റ്. എന്താണ് ഈ ഒരു സ്പാനിഷ് ഓംലെറ്റിൻ്റെ പ്രത്യേകത എന്നറിഞ്ഞാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് മുട്ട നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യാം. നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. പാൻ വെച്ച് കൊടുക്കാം. ഓക്കെ, ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് ഒലീവ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ ഒലീവ് ഓയിലിനോട് അത്രയും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കണം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒലീവ് ഓയിൽ വെച്ച് ചെയ്യാം കേട്ടോ. ചട്ടി ചൂടായി വരുന്നുണ്ട്. നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് പൊട്ടറ്റോ മുറിച്ച് വെച്ചതിട്ടു. ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ടും ജസ്റ്റ് ബ്രൗൺ കളർ ആയാൽ മതി. പൊട്ടറ്റോ ഇട്ടു, നമ്മൾ ഒനിയൻ ഇട്ടു. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം, ജസ്റ്റ് അതിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് സോൾട്ടിൻ്റെ അളവൊക്കെ കേട്ടോ ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടറ്റോയും 1/2 കപ്പ് ഒനിയനുമാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞത് കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും നല്ലപോലെ ഫ്രൈ ചെയ്ത് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയൻ, ഉരുളക്കിഴങ്ങ്, ക്യാബേജ് ഇത് മൂന്നും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആണ് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും ഉപ്പും കുരുമുളകും ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്ത ഉരുളൻകിഴങ്ങും ക്യാബേജും ഉള്ളിയും മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷ് ആയിട്ടുള്ള ക്യാപ്സിക്കം, അതാണ് മറ്റുള്ള ഓംലെറ്റിൽ നിന്നും ഈ ഒരു സ്പാനിഷ് ഓംലെറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. കുറച്ച് പുതിനയില ഇടാം, മല്ലിച്ചപ്പും പുതിനയിലയും കൂടി മിക്സ് ചെയ്താണ്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ ഓംലെറ്റ് റെഡിയാക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെടുത്താൽ മതി, കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും ക്യാബേജും ഒക്കെ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പകുതി ബാറ്ററാണ് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിൽ ചീസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ ഒഴിക്കുന്നത്. അതിന് മുകളിൽ മൊസറല്ല ചീസ് നമ്മളിട്ട് കൊടുക്കുന്നു. അതെ, മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ നമ്മൾ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഓംലെറ്റിൽ ഇതിൻ്റെ വരുന്ന കാര്യങ്ങൾ ഉരുളൻകിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, കുരുമുളകുണ്ട്, പുതിന മല്ലിച്ചപ്പ് ഇല ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡിയായി വരുന്നുണ്ട്. ഇതൊന്ന് ഹാഫ് വെന്തതിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് വേവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓംലെറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചീസിയാണ്, ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കി നോക്കണം. ഇത് ചൂട് കൂടാതിരിക്കാനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നത് ഒരേ പൊസിഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് നമ്മൾ തീ ഓഫ് ചെയ്ത ഉടനെ പ്ലേറ്റിലേക്ക് മാറ്റണ്ട. കുറച്ച് സമയം ഒന്ന് ഇതിലിരുന്നിട്ട് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, എന്നാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കുറച്ച് ഇലയൊക്കെ വെച്ച് ഒന്ന് അലങ്കരിക്കാം. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിന് മുകളിൽ കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ഒന്ന് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കിഡിലൻ സ്പാനിഷ് ഓംലെറ്റ് റെഡി. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുള്ളത്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നൂർ ലൈക്ക് എന്ന ഈ ഒരു പ്രദേശം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പ്രകൃതിയോട് ഇണങ്ങി, അല്ലെങ്കിൽ പ്രകൃതി ഇവിടെയാണ് അല്ലേ. നമ്മളുടെ നൂറുക്കയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നൂറുക്കയുടെ ഒരു സൃഷ്ടിയാണ് ഈ ഒരു പ്രകൃതി. ഇവിടെ ഒരു ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ഓരോ മരങ്ങളും വെച്ച് പിടിച്ച് വർഷങ്ങളേറെയായി നൂറുക്കയുടെ ഒരു അധ്വാനമാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊന്നും ഇതുപോലൊരു പ്രദേശം നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് കിളികളും, ഒരുപാടെന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്യണോ, ഈ കിളികളെ നോക്കിയിരിക്കണോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടാണ് നമ്മൾ എന്തായാലും ഇത് ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറുക്കനെ തന്നെ വിളിച്ചത്. അപ്പോൾ നമ്മളുടെ സ്പാനിഷ് ഓംലെറ്റ് കഴിക്കാൻ പോവുകയാണ്.
കൊടുക്കാം. ഇതിൽ നമ്മൾ ചീസ് ഇട്ടിട്ടുണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ഓംലെറ്റ്, ഒനിയൻ ഉണ്ട്. അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് അടിപൊളി ടേസ്റ്റാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഒരു എരിമുളകും ഒക്കെ എല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എരിവൊക്കെ പാകമാണ്, അടിപൊളിയാണെന്നാണ് നൂറൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നൂറുക്ക ഇതിനു മുൻപ് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് നൂറുക്ക സ്പാനിഷ് ഓംലെറ്റ് കഴിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്പാനിഷ് ഓംലെറ്റ് ആദ്യമായിട്ട് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ അത്രയും സ്നേഹവും സന്തോഷവും മാത്രം പകരാൻ ഇഷ്ടമുള്ള നൂറുക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇത് ഉണ്ടാക്കിയതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.